ഓടി ഒളിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് സഭയെ അറിയിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ അദ്ദേഹത്തിന് കടുത്ത തണുപ്പും വോയിസ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയിസ് റെസ്റ്റാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയെ സഭാ നടപടികൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അടിയന്തര പ്രമേയ ചർച്ച തുടങ്ങുകയാണ്. എല്ലാവരുടെ ഒരു അറിയിപ്പിലേക്ക് മുഖ്യമന്ത്രി മറുപടി നൽകില്ല. മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റ്. അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കുകയുമില്ല. മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നമെന്ന് സ്പീക്കർ. അപ്പോൾ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്നുള്ള ചർച്ചയാണല്ലോ. അതെ അല്ലെ, ആ സമയത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കില്ല, പകരം ചുമതലപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരാളെ ആയിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പൊ സ്പീക്കർ പറഞ്ഞിരിക്കുന്നു, അതെ, ചർച്ചയിൽ മുഖ്യമന്ത്രി ഉണ്ടാവില്ല. പറഞ്ഞിരുന്നല്ലോ, നല്ല മനോഹരമായി പറഞ്ഞു. സതീശൻ അല്ല പിണറായി വിജയൻ നോക്കണം. അത് മാത്രമല്ല, അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരൊറ്റ വാചകത്തിൽ തന്നെ അടിയന്തരം എന്ന വാക്കിന്റെ സ്ട്രെസ് നമ്മൾ കണ്ടതാണ്. അടിയന്തരമായി അനുവദിച്ചേക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് നിർണായക സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ഓടിയ വഴിയിൽ ഇനി പുല്ലുപോലും മുളയ്ക്കൊന്നും തോന്നുന്നില്ല. ഈ സഭയിൽ ഇനി ഇരിക്കാനോ ഏതെങ്കിലും ഒരു ചർച്ചയെ നേരിടാനോ ഉള്ള ധൈര്യം തോന്നുന്നില്ല. നോക്കാം നമുക്ക്.